നമോ നാരായണായ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദു വിശ്വാസപ്രകാരം ഇതിഹാസമായ മഹാഭാരതത്തിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത. കുരുക്ഷേത്ര യുദ്ധകാലത്ത് അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംഭാഷണങ്ങളുടെ സംഹാരമാണിത്. ശ്രീകൃഷ്ണന്റെ 700 സംസ്കൃത ശ്ലോകങ്ങൾ ഇതിലുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥം എല്ലാവരുടെയും ഭൂതകാലത്തെയും വർത്തമാനത്തെയും പ്രചോദിപ്പിക്കുന്ന ജീവിതത്തിന്റെ അടിസ്ഥാന സത്യങ്ങളെ എടുത്തു കാണിക്കുന്നു. ഭഗവത്ഗീത ഒരു മനുഷ്യന്റെ സ്വയം തിരിച്ചറിവിനെ കുറിച്ചും സംസാരിക്കുന്നു. അത് ജീവിതം ആസ്വദിക്കാനും വിജയം നേടാനും നിങ്ങളെ പഠിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതം അർത്ഥപൂർണവും വിജയകരവുമാക്കുന്നതിന് ഗീതയിൽ നൽകിയിരിക്കുന്ന വാക്കുകൾ ഫലപ്രദമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുരുക്ഷേത്രത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ഗീതോപദേശത്തിലൂടെയാണ്. ഗീതയിലാകെ 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളുമുണ്ട്. ഒരു വ്യക്തിയുടെ പ്രയാസങ്ങൾ നീക്കി വിജയത്തിലേക്കുള്ള വഴി കാണിക്കുന്ന ഗീതയിലെ ചില സന്ദേശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതിൽ ഏറ്റവും ആദ്യം തന്നെ പറയുന്ന കാര്യം കോപം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ലക്ഷ്യം നേടുന്നതിന് നിങ്ങളുടെ കോപം നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കോപത്തിൽ ഒരു വ്യക്തി സ്വയമേവയും മറ്റുള്ളവർക്കും ദോഷം ചെയ്യും. കോപം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ആശയക്കുഴപ്പം ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ശക്തിയെ നശിപ്പിക്കുന്നു. കോപം കാരണം ഒരു മനുഷ്യൻ സ്വയം നശിക്കുന്നുവെന്നും ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം കർമ്മത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നുണ്ടെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ജോലി ചെയ്യുമ്പോൾ ഫലത്തെക്കുറിച്ച് വിഷമിക്കുന്നത് വ്യർത്ഥമാണ്. കാരണം അത് നിങ്ങളെ വഴിതെറ്റിക്കുന്നു. ഒരു ജോലിയിൽ വിജയിച്ചില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം പരാജയം അറിവിൻ്റെ വാതിലുകൾ തുറക്കുന്നു. വിജയത്തിൽ സന്തോഷമുള്ളതുപോലെ തോൽവിയിലും പാഠങ്ങളുണ്ട്. കർമ്മങ്ങളിൽ കുറച്ചും ഫലത്തിൽ കൂടുതലും ശ്രദ്ധ നൽകുന്നവർ അസന്തുഷ്ടരും അസ്വസ്ഥരുമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത കാര്യം മനസ്സിൻ്റെ നിയന്ത്രണമാണ്. മനുഷ്യ മനസ്സ് വളരെ ചഞ്ചലമാണ്. എന്തെങ്കിലും നേടാനുള്ള ആഗ്രഹത്തിൽ അത് എളുപ്പത്തിൽ വഴിതെറ്റുന്നു. ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കണമെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു. ഏതു കാര്യത്തോടുമുള്ള അമിതമായ ആസക്തി നമ്മുടെ പരാജയത്തിന് ഒരു വലിയ കാരണമാണ്. കാരണം അത് നിറവേറ്റപ്പെടാതെ വരുമ്പോൾ കോപം ഉടലെടുക്കുകയും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യും. മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രവൃത്തികളിൽ വിജയം നേടാനാകുന്നു. അടുത്ത കാര്യം സന്തുലിതാവസ്ഥയാണ്. മാറ്റം പ്രകൃതിയുടെ നിയമമാണ്. ഭഗവത്ഗീത പ്രകാരം മനുഷ്യൻ എല്ലാ സാഹചര്യങ്ങളിലും സ്വയം സമനില പാലിക്കണം. ജീവിതത്തിൽ ബാലൻസ് നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. സന്തോഷം, ദുഃഖം, സ്നേഹം ഒന്നും അമിതമാക്കരുത്. സന്തോഷം വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ദുഃഖസമയത്ത് നിരാശയിൽ മുഴുകുന്നതും രണ്ടും ദോഷകരമാണ്. അസന്തുലിതാവസ്ഥ ജീവിതത്തിൻ്റെ വേഗതയെയും ദിശയെയും തടസ്സപ്പെടുത്തും. ആത്മപരിശോധന. ഓരോ വ്യക്തിയും ആത്മപരിശോധന നടത്തണമെന്ന് ഗീത പറയുന്നു. ആത്മജ്ഞാനത്തിന് മാത്രമേ അഹന്തയെ നശിപ്പിക്കാൻ കഴിയൂ. അഹങ്കാരം അജ്ഞതയെ പ്രോത്സാഹിപ്പിക്കുന്നു. മികവിലേക്ക് പോകുന്നതിന് സ്വയം മുന്നേറുന്നതിനൊപ്പം ശരിയായ ക്രിയാത്മകമായ ചിന്തകൾ സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളിൽ ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും നിറഞ്ഞതാക്കാൻ നിങ്ങളുടെ ചിന്തകൾ ശരിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. സ്വയം വിശ്വസിക്കുക. ഒരു വ്യക്തിക്ക് താൻ ആഗ്രഹിക്കുന്നതെന്തും ആകാൻ കഴിയുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. ആഗ്രഹത്തിനനുസരിച്ച് നിരന്തരം ചിന്തിക്കുക മാത്രമാണ് വേണ്ടത്. ഇത് ചെയ്യുന്നതിലൂടെ വ്യക്തിക്ക് ശക്തി ലഭിക്കുകയും അവർ ആഗ്രഹിച്ച കാര്യം നേടുകയും ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഗീതയിലെ ചില വാക്കുകൾ നോക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ ദുഃഖത്തിന് കാരണം എന്നാണ് പറയുന്നത്. സന്തോഷത്തിൻ്റെ താക്കോലാണ് ദുഃഖത്തെ ഇല്ലാതാക്കൽ. അടുത്തത്,
നരകത്തിന് 3 വിദ്വേഷങ്ങളുണ്ട്: കാമം, ക്രോധം, അത്യാഗ്രഹം. ഇവ 3ഉം നമുക്കൊരിക്കലും ഉണ്ടാവാനായിട്ട് പാടില്ല. ഇവ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നരകതുല്യമായി തീരും എന്നാണ് പറയുന്നത്. നല്ല പ്രവൃത്തി ചെയ്യുന്ന ആർക്കും ഭൂമിയിലും പരലോകത്തും ദോഷം സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്ന പ്രവർത്തികൾ നമ്മൾ എന്ന് ചെയ്തു തുടങ്ങുന്നോ അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിലും ദോഷങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു തരത്തിലുള്ള ഉയർച്ചയുമില്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മൾ താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി തന്നെയാണ്. മറ്റൊരാളുടെ ജീവിതത്തെ അനുകരിച്ച് പൂർണ്ണതയോടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ സ്വന്തം വിധി അപൂർണമായി ജീവിക്കുന്നതാണ്. എപ്പോഴും നമ്മുടെ ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ജീവിതത്തെ നേടിയെടുക്കേണ്ടത് നമ്മളാണ്. ഒരിക്കലും മറ്റൊരാളുടെ ജീവിതത്തെ അനുകരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കരുത്. അതെപ്പോഴും നമുക്ക് ദോഷങ്ങൾ മാത്രം വരുത്തുന്ന കാര്യമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോരാടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങൾ കരയരുത്. വളരെ പ്രാധാന്യമുള്ള വാക്കുകളാണിത്. നമ്മുടെ ആഗ്രഹം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ പോരാടണം, നമ്മൾ തന്നെ കഷ്ടപ്പെടണം. അതിന് തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും തന്നെ നിങ്ങളുടേതല്ല എന്നുള്ള ചിന്തയിലിരിക്കണം. അതിനെക്കുറിച്ച് വിഷമിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ല. നിങ്ങൾ നേടിയത് മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദുഃഖിക്കാനുള്ള അവകാശമുള്ളൂ. അതിന് തയ്യാറാവാത്തവർ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ശാന്തത, സൗമ്യത, നിശബ്ദത, ആത്മസംയമനം, പരിശുദ്ധി ഇവയാണ് മനസ്സിൻ്റെ ശിക്ഷണങ്ങൾ. തീർച്ചയായിട്ടും അല്ലേ? നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ തന്നെയാണ് ഇതൊക്കെയും തന്നെ. ശാന്തമായിട്ടിരിക്കാൻ പഠിക്കണം, സൗമ്യതയിൽ പെരുമാറാൻ പഠിക്കണം. ഏതൊരാളോടായാലും സൗമ്യത പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിശബ്ദത, എപ്പോഴും നിശബ്ദത പാലിക്കുക. ആത്മസംയമനം, ജീവിതത്തിൽ പല സാഹചര്യങ്ങളും വന്നും പോയും കൊണ്ടിരിക്കും. പല കടമ്പകൾ നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴൊക്കെയും ആത്മസംയമനം പാലിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. പരിശുദ്ധി, എപ്പോഴും പരിശുദ്ധമായിട്ടുള്ള ഒരു മനസ്സിനുടമയായിരിക്കണം. നമ്മുടെ മനസ്സാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. ആ മനസ്സിൻ്റെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിലായിരിക്കണം. അത് എപ്പോഴും പരിശുദ്ധി നിറഞ്ഞതായിരിക്കണം. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാചകമാണ്: ജനിച്ചവന് മരണം നിശ്ചിതമാണ്, മരിച്ചവന് ജനനവും നിശ്ചിതമാണ്. അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ ദുഃഖിക്കുന്നത് നിനക്ക് ഉചിതമല്ല. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളിലും പരിഹാരം കാണാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ കാണാൻ സാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്. അതിൻ്റെ അടുത്തതായിട്ട് നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ഗീതോപദേശത്തിലുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇവയൊക്കെ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാക്കാനായിട്ട്, നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഈ വചനങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.